ഇ.പി. ജയരാജനെ ഭയപ്പെടുത്തി വരുതിയിലാക്കാൻ CPM ശ്രമിക്കുന്നുണ്ടാവും. ഇ.പി. ജയരാജൻ്റെ ആത്മകഥ പാർട്ടി എങ്ങനെയാണ് വിലയിരുത്തുന്നത് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ആത്മകഥ ഉണ്ടായിരുന്നു. DC ബുക്സുമായിട്ടത് പ്രകാശനം ചെയ്യാൻ തിരഞ്ഞെടുത്തു. അതെല്ലാം ശരിയാണ്. പക്ഷേ ഇന്നലെ ഇത് പുറത്തു വന്നത്, ആത്മകഥയിലെ പരാമർശങ്ങൾ ഇന്നലെ പുറത്തു വന്നത് വി.ഡി. സതീശൻ്റെ കൂടി ഉപദേശത്തിൻ്റെ ഭാഗമായിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആത്മകഥയിലെ പല ഭാഗങ്ങളും ഇന്നലെ പുറത്തു വന്നത് ആ ദിവസം തന്നെ, ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ആത്മകഥയിലെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് സതീശൻ്റെ കൈ സംശയിക്കാവുന്നതാണ്. പക്ഷേ ആത്മകഥയിൽ പറയുന്ന പല കാര്യങ്ങളും നിഷേധിക്കാൻ, അതിൻ്റെ ഉള്ളടക്കം, അകക്കാമ്പ് നിഷേധിക്കാൻ ഇ.പിക്ക് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഇ.പി. ജയരാജൻ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞ വിവാദപരമായ പരാമർശങ്ങൾ വയനാട്ടിലും ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം പുറത്തുവിട്ടതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നാണ് ശരിയായി മനസ്സിലാക്കേണ്ടത്. അതിനു പിന്നിൽ വി.ഡി. സതീശൻ്റെ ബുദ്ധി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, ഈ ആത്മകഥ കൊണ്ടൊന്നും അല്ലല്ലോ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പുകൾ മൊത്തത്തിൽ, ഈ 3 ഉപതെരഞ്ഞെടുപ്പുകൾ മൊത്തത്തിൽ BJPക്കും NDAക്കും ഗുണകരമാവുന്ന തെരഞ്ഞെടുപ്പാണ്. അല്ല, അതെനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ മാധ്യമങ്ങളുമായിട്ടാണോ അതല്ല ഇ.പിയുമായിട്ടാണോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ പുറത്തു വരേണ്ടതാണ്. DC ബുക്സുമായിട്ടാണോ അതല്ല നിങ്ങൾ പത്രമാധ്യമങ്ങളുമായിട്ടാണോ പിന്നെ ഇ.പി. ജയരാജനുമായിട്ട് തന്നെയാണോ അതൊന്നും എനിക്കിപ്പോൾ അത് പറയാൻ ഞാനൊരു ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥനല്ല. പക്ഷേ ഇന്നലെ ആ പരാമർശങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ, ആ ദിവസം തന്നെ പുറത്തു വന്നതിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, അങ്ങനെയല്ല. സാധാരണ ഒരു പുസ്തക പ്രകാശനം വരുമ്പോൾ ആ പുസ്തക പ്രകാശനം നടത്തുന്ന കമ്പനിയോ അതല്ലെങ്കിൽ പുസ്തകം എഴുതിയ ആളോ ഒഫീഷ്യലായിട്ട് അവരുടെ പരസ്യങ്ങൾ പുറത്തുവിടാറുണ്ട്. ഈ വിഷയത്തിൽ നാം കണ്ടത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഞാൻ വി.ഡി. സതീശൻ്റെ തിരക്കഥ ഇതിലുണ്ടോ എന്ന് സംശയിക്കുന്നത്. കാരണം നേരത്തെ ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ദിവസം ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെ, ഉടൻ പുറത്തു വരുമെന്നുള്ളൊരു പോസ്റ്റ് മാത്രമാണ് ഇട്ടത്. പിന്നീട് അത് ടൈംസ് ഓഫ് ഇന്ത്യയിലോ മറ്റോ ഏതൊരു പത്രത്തിലാണ് ആദ്യമായിട്ട് വിശദാംശങ്ങൾ വരുന്നത്.